ഹലോ എവരിവൺ, എല്ലാവർക്കും ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ചിരിച്ചുകൊണ്ടേയിരിക്കൂ. നല്ല സന്തോഷമായിട്ടിരുന്നേ. സന്തോഷം വരുന്നില്ലെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് ചിരിക്കണം. കാര്യം നമ്മൾ ചിരിക്കുമ്പോ നമ്മുടെ ബ്രെയിൻ വിചാരിക്കുക നമ്മൾ ഭയങ്കര ഹാപ്പിയാണെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഹാപ്പി ആണെന്ന് വിചാരിച്ച് കൂടുതൽ സന്തോഷം നമ്മളിലേക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്റെ മക്കളെല്ലാവരും ഒന്ന് പുഞ്ചിരിച്ച് അതിമനോഹരമായി സൂപ്പർ നിങ്ങളെല്ലാവരും സൂപ്പർ ആട്ടോ, അടിപൊളിയാണ്. ഓക്കെ മക്കളെ, ഇന്ന് ടീച്ചർമ്മ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് ഡേ 5 ആണ്. നമ്മുടെ 11 days ഫ്രീ വെബിനാറിന്റെ ഡേ 5 ആണ്. യെസ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു ചോദ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടോ? അവനവരിൽ തന്നെ വിശ്വാസമുള്ളവരെ യെസ് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടും, കമന്റ് ബോക്സിലേക്ക് ഇടും. നോക്കട്ടെ എത്ര പേര് സ്വന്തം കഴിവിൽ അവനവനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ പലരും ചോദിക്കും, ടീച്ചർമ്മ ഓക്കെ, എന്താണ് ഈ വിശ്വാസം? വാട്ട് ഈസ് ബിലീഫ്? എന്താണ് വിശ്വാസം? മക്കളെ, വിശ്വാസം എന്ന് പറയുന്നത് അതൊരു ഒറ്റ ചിന്തയല്ല, ഒരു സിമ്പിൾ തോട്ട് അല്ല. നിരന്തരമായ ചിന്തയിലൂടെ നമ്മൾ ആ കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, നമ്മുടെ മനസ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, അംഗീകരിക്കുമ്പോഴാണ് അത് വിശ്വാസമായി മാറുന്നത്. അതായത് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം, പ്രവൃത്തികളെല്ലാം അത് ഫോളോ ചെയ്യാൻ തുടങ്ങും. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ടീച്ചർ അത് പറഞ്ഞുതരാം. എന്നെ കൊണ്ട് ഒന്നിനെ കൊള്ളൂല എന്നാണ് നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ അങ്ങനെ തന്നെ ആയിത്തീരും. ഒരു കാര്യത്തിനും കൊള്ളാത്തൊരു വ്യക്തിയായിത്തീരും. പണ്ടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ മക്കളെ ആരെങ്കിലും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെയൊക്കെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, നീ ഒന്നും ജീവിതത്തിൽ ഒരുപോലത്തെ വിജയിക്കത്തില്ല. നമ്മളെ ശപിച്ചിട്ടുണ്ടാവാം, നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും. എത്ര പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെ? പലരും പല നെഗറ്റീവ് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ എനിക്ക് എല്ലാം നേടാൻ കഴിയും എന്ന് നിങ്ങൾ മാറ്റി ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. പലരും പറയും കോടീശ്വരനാകണം അല്ലെങ്കിൽ മില്യനെയർ ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റുമോ, എനിക്ക് അതിനുള്ള കഴിവില്ല എന്നാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ അദ്ദേഹത്തിലേക്ക് പൈസ വരാതെ ഒരു കോടീശ്വരനായി തീരാനായിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് കോടീശ്വരന്മാരായിട്ടുള്ള മനുഷ്യരെ നോക്കുമ്പോൾ അവരൊക്കെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് എന്നെ കൊണ്ട് അതിന് പറ്റും എന്നുള്ളൊരു വിശ്വാസം വരണം. നിരന്തരമായി എന്നെ കൊണ്ട് പറ്റില്ല, ഇതിലേക്ക് പൈസ വരത്തില്ല, എനിക്ക് മണി ബ്ലോക്കാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പലരും പാടിക്കൊണ്ട് നടക്കുന്നത് കാണാം അല്ലെ? എപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കഷ്ടപ്പാടാണ്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ ബുദ്ധിമുട്ടുകയാണ്, നിരന്തരം പാടുന്ന പാട്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ നിരന്തരം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കും, ഓക്കെ ഇവന് ബുദ്ധിമുട്ടാണ്, ഇവന് കഷ്ടപ്പാടാണ്, ഇവന്റെ കയ്യിൽ പൈസയില്ല, ഇവന് മണി ബ്ലോക്കാണ്, പൈസ വരാതെയാകും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ സെൽഫ് ടോക്ക് ശ്രദ്ധിക്കണം. എന്താ മക്കളെ സെൽഫ് ടോക്ക് എന്ന് വെച്ചാല്? നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയുമോ? ചിലർ പറയും, ഞാൻ എൻ്റെ ഭർത്താവിനോട്, ഞാൻ എൻ്റെ ഭാര്യയോട്, ഞാൻ എൻ്റെ മക്കളോട്, ഞാൻ എൻ്റെ അച്ഛനോട്, അമ്മയോട്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ്. നിരന്തരം നിങ്ങളോട് എന്താ പറയുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് കഴിവില്ല, എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ ലൈഫിൽ സ്റ്റക്കായി നിൽക്കണം, ഒരു ക്ലാരിറ്റി ഇല്ല, എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണോ മക്കളെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളോട് അങ്ങനെ പറയുമ്പോൾ കൂടുതൽ അങ്ങനെ ആയി തീരത്തേ ഉള്ളൂ. നമ്മൾ എപ്പോഴും നമ്മളോട് പോസിറ്റീവായിട്ട് പറയണം. ഇപ്പോ നമ്മള് തോമസ് ആൽവ എഡിസനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരാ അദ്ദേഹം? ബൾബ് കണ്ടുപിടിച്ച വ്യക്തി അല്ലെ? അപ്പൊ അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 1000 തവണയിലധികം അദ്ദേഹം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ പരാജയപ്പെട്ടപ്പോ ഉടനെ അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ച് പോവുകയാണോ ചെയ്തത്? എന്നെ കൊണ്ട് പറ്റൂല എന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോയെങ്കിൽ പറ്റില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു, അദ്ദേഹത്തിന്റെ കഴിവിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു, എന്നെ കൊണ്ട് പറ്റും, എത്ര പരാജയങ്ങൾ വന്നാലും ഞാൻ മുന്നോട്ട് പോകും. ഇതിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ജീവിതത്തിൽ എത്ര പരാജയങ്ങൾ വന്നാലും മുന്നോട്ട് പോകാൻ ധൈര്യമുള്ളവര് മീ എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടൂ, മീ എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടൂ, കമന്റ് ബോക്സിലേക്ക് ഇടൂ. പലർക്കും ജീവിതത്തിൽ ഒരു
പ്രശ്നം വരുമ്പോ അവർ തളർന്നിരുന്നു പോകും. എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. മക്കളെ, നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പലരും നമ്മളെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും, തളർത്താൻ നോക്കും. നമ്മൾ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവര് തളർത്തുന്നതിനനുസരിച്ച് നമ്മൾ ഒരിക്കലും തളരരുത്. ആളുകൾ കല്ലെറിയും, ആ കല്ലുകളെയൊക്കെ നമ്മൾ അവഗണിക്കുക. മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ തീരുമാനിച്ച മക്കളെ, നമ്മുടെ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഇനി നമുക്കൊരു തിരിച്ചുപോക്കില്ല. ഇനി നമുക്ക് ആ സങ്കടങ്ങളുടെ ലോകത്തേക്ക്, ദുരിതങ്ങളുടെ ലോകത്തേക്ക് ഒരു തിരിച്ചുപോക്കില്ല. നമുക്ക് വേണ്ടത് വിജയമാണ്. നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, എനിക്ക് കഴിവുണ്ട്, ഞാൻ വിജയിക്കും, എന്റെ പ്രപഞ്ചശക്തി എന്റെ കൂടെയുണ്ട്, എന്റെ ഈശ്വരൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മക്കളെ ദൈവത്തിന് നിരക്കുന്ന പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു മനുഷ്യരെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അയ്യോ ഞാൻ ഈ തെറ്റ് ചെയ്യുന്നുണ്ട്, ദൈവം ശിക്ഷിക്കുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക. അതുപോലെ നമ്മൾ സത്യസന്ധമായിട്ട് ജീവിച്ചാൽ ആൾക്കാർ എന്ത് പറയുന്നു, ആരൊക്കെ നമ്മളെ തളർത്താൻ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ തളരരുത്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ടീച്ചർമാർ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളൊരു സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഓപ്രാ വിൻഫ്രയുടെ സ്റ്റോറി. ഓപ്രാ വിൻഫ്രയുടെ സ്റ്റോറി വളരെ കഥനകഥയാണ്. അവർ വളരെ പാവപ്പെട്ട വീട്ടിൽ ജനിച്ച ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള വ്യക്തിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമ്മയും മുത്തശ്ശിയും പിന്നെ ആന്റിമാരും അമ്മയുടെ അനിയത്തിമാരും ഒക്കെ വെള്ളക്കാരുടെ വീട്ടുജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ഓപ്രയുടെ മുത്തശ്ശി ഓപ്രയോട് പറയുന്നൊരു കാര്യമുണ്ട്, മോളെ നീയും വളർന്നു വലുതായി ഏതെങ്കിലും ഒരു വെള്ളക്കാരന്റെ വീട്ടില് അടുക്കള ജോലിക്കാരിയായി തീരണം. ഓപ്രയ്ക്ക് ഒട്ടും അത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. മുത്തശ്ശി ഓപ്രയെ ശരിക്കും തല്ലുമായിരുന്നു. നീ വലുതായി ഏതെങ്കിലും വെള്ളക്കാരന്റെ പിന്നെ വീട്ടിൽ ജോലിക്ക് പോകുമ്പോൾ അവരടിക്കുമ്പോൾ നിനക്ക് അന്ന് വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തല്ലുന്നതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ശരിക്കും തല്ലുമായിരുന്നു. ആ കുഞ്ഞ് ഓപ്ര അവൾക്ക് ചെറുപ്പത്തിൽ തന്നെ എന്തെല്ലാം വേദനയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്നൊരു റിജക്ഷൻ, അതുപോലെ സെക്ഷൽ അബ്യൂസ്, വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും. പക്ഷേ ആ സമയത്തും ഷീ ബിലീവ്ഡ് ഇൻ ഹെർസെൽഫ്. അവളിൽ വിശ്വസിച്ചു, അവളുടെ കഴിവിൽ വിശ്വസിച്ചു. അവൾ മനസ്സിൽ പറഞ്ഞു, ഞാൻ എന്തായാലും ഒരു വെള്ളക്കാരന്റെ അടുക്കള വേലക്കാരിയായിട്ട് ഒതുങ്ങില്ല, എനിക്കൊരു പർപ്പസ് ഉണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് നേടാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ പറ്റുമോ ഞാൻ പോകുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ന് അവരൊരു ഗ്ലോബൽ ഐക്കണായി മാറി. നിങ്ങൾക്കറിയാമോ, അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരിയായ ആദ്യത്തെ ബില്യനെയർ വുമൺ ആണ് ഓപ്രാ വിൻഫ്രെ. എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ട്രോങ് ലേഡീസിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ ചവിട്ടുപടികളാക്കി മുന്നോട്ട് വന്ന് സക്സസ് ആയ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാര്യം എന്താ, തളർന്നിരിക്കാൻ ആരെ കൊണ്ടും പറ്റും. തളർത്താൻ നോക്കുന്നവരോട് പോയി പണി നോക്കാൻ പറ. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പറഞ്ഞ വാക്കുകൾ, പലരും വേദനിപ്പിച്ച കാര്യങ്ങൾ, പലരും വിഷമിപ്പിച്ച കാര്യങ്ങൾ, അതെല്ലാം മനസ്സിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് നീറി ഇരിക്കുവാണോ? നിങ്ങൾ അതിനെയൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കള. ആരെന്തൊക്കെ പറഞ്ഞാലും, ആരെങ്ങനെയൊക്കെ തളർത്താൻ നോക്കിയാലും നമ്മളുടെ കഴിവിൽ വിശ്വസിക്കാത്തവരെ നമ്മൾ ഒഴിവാക്കി നിർത്തും. ആരെന്ത് വേണേ ചെയ്തോട്ടെ. ആ വേദനിപ്പിക്കുന്നവരോടും കല്ലെറിയുന്നവരോടും പറയുക താങ്ക് യു സോ മച്ച്. കാര്യം എന്താ, അവര് തരുന്ന ആ അനുഭവങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനം. നിങ്ങളൊന്ന് ആലോചിക്കുക, ലൈഫിൽ ഒരു പ്രശ്നവുമില്ല, എപ്പോഴും എല്ലാവരും നിങ്ങളെങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കാം. മക്കളെ നീ സൂപ്പറാണ്, അടിപൊളിയാണ്, നിന്നെ കൊണ്ടെല്ലാം ചെയ്യണം, നീ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വളരില്ല. ശരിയല്ലേ? അമൂൽ ബേബിയെ പോലെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്നവരാണോ ജീവിതത്തിൽ വിജയിക്കുന്നത്? കഷ്ടപ്പാടിനോടും ബുദ്ധിമുട്ടിനോടും അവഗണനയോടും പുച്ഛത്തോടും കണ്ടിട്ടുള്ള ആൾക്കാരാണോ വിജയിച്ചിട്ടുള്ളത്? ആരാ വിജയിച്ചിട്ടുള്ളത്? ശരിക്കും ജീവിതത്തിൽ ഒരുപാട് അടികൾ കിട്ടി ജീവിതത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ ആകുന്നത്. ശരിയല്ലേ? സ്കൂളിൽ ഹൈ മാർക്കുകൾ വാങ്ങിച്ച് നല്ല ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ? ചിലര് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് വേലത്തരം കാണിച്ച് പഠിത്തത്തിലൊക്കെ ഉഴപ്പായിരിക്കും, പക്ഷെ അവർ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വിജയിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചിലപ്പോ ഈ ഫസ്റ്റ് റാങ്ക് മേടിച്ചവരെക്കാളൊക്കെ വിജയിക്കുന്ന നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ മൈൻഡ് സെറ്റ് ആണ് മക്കളെ വിജയിക്കണം എന്നുള്ള ആ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം. ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ പറയും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വിജയിക്കും.
നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എത്ര പരീക്ഷണം വന്നാലും മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒന്നിനെയും ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കില്ല, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും, ഞാൻ വിജയിക്കും 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 എന്ന് ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് ആളുകൾ എന്നെ സഹായിക്കുകയില്ല എന്ന്. അപ്പോ നിങ്ങൾ അങ്ങനെ ആരും എന്നെ സഹായിക്കില്ല എന്നാണ് നിരന്തരം അത് ചിന്തിക്കുക. അത് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വിശ്വാസമായി മാറി, ബിലീഫായി മാറി, എന്നെ ആരും സഹായിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ആരും നിങ്ങളെ സഹായിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. തിരിച്ച് നിങ്ങൾ അഫർമേഷൻ പോലെ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും, ആളുകൾ എന്നെ സഹായിക്കും, ആളുകൾ എന്നെ സഹായിക്കും, എല്ലാവരും എന്നെ സഹായിക്കും, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, എൻ്റെ ജീവിതത്തിൽ എന്നെ വളരാൻ എല്ലാവരും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതുപോലെ ദൈവം പോലും എന്റെ കൂട്ടിനില്ല, ദൈവം പോലും എന്നെ കൈവിട്ടേക്കാണ്, ദൈവം എന്നെ സഹായിക്കുന്നില്ല, ഇങ്ങനെ പറയരുത്. ദൈവം എപ്പോഴും എന്റെ കൂടെ ഉണ്ട്, എപ്പോഴും ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഓരോ വഴികളും എന്റെ ദൈവം എനിക്ക് തുറന്നിട്ട് തന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് നടക്കും. പലർക്കും പണം സമ്പാദിക്കാൻ പറ്റാത്തത് അവരുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളാണ്. ഞാൻ പാവപ്പെട്ടവനാണ്, എൻ്റെ അച്ഛൻ പാവപ്പെട്ടവനായിരുന്നു, എൻ്റെ അപ്പൂപ്പൻ പാവപ്പെട്ടവനായിരുന്നു, ഞങ്ങൾ പാരമ്പര്യമായിട്ട് പാവപ്പെട്ടവരാ, ഇനി എന്നെ കൊണ്ടും വലുതായിട്ടൊന്നും പറ്റത്തില്ല, ഞാൻ കൂട്ടിയാൽ കൂടൂല, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കഷ്ടപ്പാടാണ്. ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ആ നെഗറ്റീവ് ബിലീഫാണ്, ആ ചിന്തയിൽ നിന്നുണ്ടാകുന്ന ആ വിശ്വാസമാണ് പലർക്കും സമ്പത്തിനെ ആകർഷിക്കാൻ പറ്റാതെ പോകുന്നത്. ബിലീഫ് ഇസ് ലൈക്ക് എ മാഗ്നറ്റ്, യു അട്രാക്ട് വാട്ട് യു ബിലീവ്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു കാന്തത്തെ പോലെയാണ് മക്കളെ. നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതാണ്. നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ എവിടെ പോയാലും വിജയിക്കും, എനിക്ക് അളവറ്റ സമ്പത്ത് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, എന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അളവറ്റ സമ്പത്ത് ഉണ്ടാക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് നിങ്ങൾക്ക് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അഫർമേഷനായിട്ട് നിങ്ങൾ നിരന്തരം പറയുക, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. എല്ലാരും പറഞ്ഞ്, നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ്, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു, ഐ ബിലീവ് ഇൻ മൈസെൽഫ്, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു അഫർമേഷനാണ്, ദ യൂണിവേഴ്സ് സപ്പോർട്ട്സ് മീ, ദ യൂണിവേഴ്സ് സപ്പോർട്ട്സ് മീ. എപ്പോഴും പറയണം, യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദ യൂണിവേഴ്സ് സപ്പോർട്ട്സ് മീ, ദ യൂണിവേഴ്സ് സപ്പോർട്ട്സ് മീ, ദ യൂണിവേഴ്സ് സപ്പോർട്ട്സ് മീ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് അഫർമേഷൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്, സൂപ്പർ. നമ്മുടെ സിൽവർ ക്ലാസ് മക്കളെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഓഗസ്റ്റ് ബാച്ച് ആണ്. ഓഗസ്റ്റ് 2-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 30 days മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ് ആയിട്ടുള്ള സിൽവർ ക്ലാസ് ഓഗസ്റ്റ് 2-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ടീച്ചറുടെ പേഴ്സണൽ സെക്രട്ടറി മിനിയെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ അറിയാമല്ലോ, 9526549978 എന്ന നമ്പറിൽ കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന പോയിന്റിലേക്ക് തിരിച്ചു വരാം. അതായത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് പിന്നെ കമന്റിന് ചോദിക്കുകയുണ്ടായി, ടീച്ചറമ്മ ഞാൻ ഒരുപാട് ചിരിക്കും, ടീച്ചറമ്മ പറയുന്നത് കേട്ട് ചിരിച്ച് പിന്നെ ഞാൻ കരയേണ്ടി വരും, ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി ചിരിച്ചു കഴിയുമ്പോൾ ഞാൻ കരയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? മക്കളെ, ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പണ്ട് ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റാഫ് റൂമിലെ എല്ലാ ടീച്ചേഴ്സും കൂടെ എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞ് ചിരിച്ച് അവസാനം ആ സ്റ്റാഫ് റൂമിൽ ഏതെങ്കിലും ഒരു ടീച്ചർ പറയും, ഇന്ന് കുറേ ചിരിച്ച്, ഇന്ന് എന്തായാലും കരയേണ്ടി വരും. ഇത് സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗ്. എന്താണ്? ചിരിച്ചാൽ കരയേണ്ടി വരും, ചിരിച്ചാൽ കരയേണ്ടി വരും. അപ്പൊ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിരന്തരം കേട്ട് ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും നല്ല പോസിറ്റീവായി ഹാപ്പിയായി ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ഉച്ചവരെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കരച്ചിൽ വരും. പണ്ടത്തെ കാര്യമാണ്, ഞാൻ ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പുള്ള കാര്യം. അപ്പൊ ഞാൻ ഇങ്ങനെ ആ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഞാനിങ്ങനെ കരയേണ്ടതായിട്ട് വരും. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്താണ് കാര്യം. അപ്പോഴേ എനിക്ക് മനസ്സിലായത്, നിരന്തരം ഞാൻ എൻ്റെ മനസ്സിലും പറയുമായിരുന്നു, ചിരിച്ചു കഴിഞ്ഞാൽ കരയേണ്ടി വരും, ചിരിച്ചു കഴിഞ്ഞാൽ കരയേണ്ടി. ഇത് ഇങ്ങനെ ഒരു അഫർമേഷൻ പോലെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് ചിരിച്ചു കഴിയുമ്പോൾ പിന്നെ കരച്ചിൽ വരുന്നു. അങ്ങനെ ഞാൻ അതിനെ മാറ്റി. എങ്ങനെയാണെന്നറിയാവോ? ഞാൻ അഫർമേഷനായിട്ട് പറയാൻ തുടങ്ങി, ഞാൻ ചിരിക്കുന്നതോറും എന്റെ സന്തോഷം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും, ഞാൻ എത്രത്തോളം ചിരിക്കുന്നു അത്രയും എന്റെ സന്തോഷം വർദ്ധിച്ചുകൊണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ ചിരിക്കുന്നതോറും എന്റെ സന്തോഷം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് സംഭവിച്ചു? പിന്നെ എത്രത്തോളം ചിരിക്കുന്നു അത്രയും ഹാപ്പിനെസ് വരാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ മക്കൾക്ക്? നിങ്ങൾ ഇതുപോലെ പൊട്ടത്തരത്തിന് പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പലരും പറയും,
മില്ലനെയർ ആകാൻ പറ്റും, കോടീശ്വരനാകാൻ പറ്റും, ഇഷ്ടം പോലെ സമ്പത്ത്, അളവറ്റ സമ്പത്ത് നേടാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല. എന്താ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുമെന്ന്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് മില്ലനെയറായി മാറാൻ പറ്റും, കോടീശ്വരനായി മാറാൻ പറ്റും? വിശ്വസിക്കുന്നവർ യെസ് എന്ന കമന്റിലേക്ക് ഇടും. അപ്പോ ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് വിശ്വസിക്കരുത്. എന്നെ കൊണ്ട് പറ്റില്ല, തിരിച്ച് പറയണം. പിന്നെ ചിലര് പറയുന്നത് കേൾക്കാം, എനിക്ക് എന്നും ദുഃഖമേ വിധിച്ചിട്ടുള്ളൂ, എനിക്ക് സന്തോഷം വിധിച്ചിട്ടില്ല. പറയാറുണ്ടോ നിങ്ങൾ അങ്ങനെ? അതുപോലെ തന്നെ ഈ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ എനിക്ക് ദുഃഖമേ വിധിച്ചിട്ടുള്ളൂ, എനിക്ക് സന്തോഷം വിധിച്ചിട്ടില്ല എന്നാണ് ചിന്തിക്കുന്നെങ്കിൽ എപ്പോഴും ദുഃഖമേ വരത്തുള്ളൂ. അപ്പൊ അവര് പറയും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താ? നിരന്തരമായിട്ട് നിങ്ങളിത് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് അത് കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ മറ്റുള്ളവര് ചിലപ്പോ നമ്മുടെ കഴിവിൽ വിശ്വസിക്കണമെന്നില്ല. അവര് ചിലപ്പോ നമ്മളെ കളിയാക്കും, നീ കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ നിന്നെ കൊണ്ട് പറ്റൂല, നീ എന്ത് ചെയ്താലും വിജയിക്കില്ല. ഈയിടയ്ക്ക് എൻ്റെ ഒരു റിലേറ്റീവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ജീവിതത്തിന് സത്യം പറഞ്ഞാൽ ഇത്രയും വിജയിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാര്യം എന്താ? ആളുകൾക്കൊന്നും നമ്മളിൽ വിശ്വാസമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അമ്മയ്ക്ക് തയ്യക്കടയായിരുന്നു. അപ്പൊ ഞങ്ങൾ സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ നിന്നവരാ. അപ്പൊ ഒരിക്കലും എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുമെന്നോ ഒരു മൾട്ടി മില്ലനെയർ ലെവലിലേക്ക് എത്തുമെന്നോ ഒന്നും ആരും കരുതിയില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് നമ്മുടെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തൊരു വിചാരിക്കും ഭയങ്കര തള്ളാണ്. ചിലർക്ക് അങ്ങനെ പറയാറുണ്ട്. മക്കളെ, ഞാനത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയാം? ഞാൻ എൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഒന്നുമില്ലായ്മയിൽ കട്ടിലിൽ നിന്ന് ഇനി എഴുന്നേക്കൂല. അതായത് ജീവിതത്തില് ഒരു മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ആരോഗ്യമില്ലാതെ ഇനി ഈ കട്ടിലിൽ കിടപ്പിൽ കിടക്കേണ്ടി വരും. തളർന്നു കിടന്നൊരു വ്യക്തി ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സക്സസ് ഓരോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. വട്ടപൂജ്യമായിരുന്നു എൻ്റെ ബാങ്ക് ബാലൻസ്, അവിടെ നിന്ന് ഇന്ന് മൾട്ടി മില്ലനെയർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അതും പലരും പറയുന്നത് വെറും പെണ്ണ്, ഇവളൊക്കെ വെറും പെണ്ണ്, ഇവളൊക്കെ എന്ത് നേടാനാ എന്നൊക്കെ പറയുന്നിടത്തുനിന്ന് ഉയർന്നു വന്ന് ഇന്ന് ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരികയാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കും. ആരും മനസ്സ് വെച്ചാലും വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തും നടക്കും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഒരിക്കലും ചിന്തിക്കരുത് എനിക്കതിനുള്ള കഴിവില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരു സ്ത്രീയാണ്, എന്റെ ഭർത്താവ് സപ്പോർട്ടല്ല, എന്റെ മക്കൾ സപ്പോർട്ടല്ല, എന്റെ ഭർത്താവിന്റെ ആൾക്കാർ സപ്പോർട്ടല്ല, എന്റെ പേരൻസ് സപ്പോർട്ട്, ആരും സപ്പോർട്ടിന് വേണ്ട. ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വളരൂല. സപ്പോർട്ട് ഇല്ലയോ? നിങ്ങൾക്ക് സാഹചര്യങ്ങൾ മോശമാണോ? ഞാൻ പറയും ഭലേ ഭേഷ്, അതാണ് വളരാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യം. താങ്ങാൻ ആളുള്ളവരെ തളർച്ച ഉണ്ടാവും എന്ന് പറയില്ല. എനിക്ക് ആരും താങ്ങാനുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യരും താങ്ങാനില്ലാതിരുന്നപ്പോ കരഞ്ഞ് 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 തളർന്ന് ജീവിതം മതിയാക്കാം എന്ന് ചിന്തിച്ചെടുക്കുന്നത്. പിന്നെ വിചാരിച്ചു വേണ്ട, ജീവിതത്തിൽ ഉയർന്നു വരണം, ഞാൻ എവിടെയാണോ തോറ്റുപോയത് അവിടെ എനിക്ക് വിജയിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. മറ്റുള്ളവർ എന്നെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആളുകൾ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചു. ഇന്ന് നിങ്ങൾ കാണുന്നതാണ് ആ സക്സസ്. അപ്പോൾ ചെയ്ത് കാണിച്ചിട്ടാണ് മക്കളെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെന്ന്. വെറുതെ പുസ്തകങ്ങൾ വായിച്ചിട്ട് കുറെ ലെക്ചർ അടിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തരികയാണ്. ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവനവനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുമെന്ന്. നമുക്ക് ചുറ്റുമുള്ള 85% ആളുകൾ നെഗറ്റീവാ. അവരെ നമ്മളെ കളിയാക്കും, കുറ്റം പറയും, പുച്ഛിക്കും, നമ്മളെ പല രീതിയിലും തളർത്താൻ നോക്കും. അവരെത്രയൊക്കെ തളർത്താൻ നോക്കുന്നോ, ശ്രദ്ധിച്ചു കേക്ക്, അവരെത്രയൊക്കെ തളർത്താൻ നോക്കുന്നോ അതിന്റെ 1000 ഇരട്ടി ശക്തിയിൽ നിങ്ങൾ മുന്നോട്ട് പോണം. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ തോറ്റിരിക്കാൻ ആർക്കും പറ്റും. മണ്ടന്മാരെ പോലെ, മണ്ടികളെ പോലെ തോറ്റിരിക്കരുത്. അതിശക്തമായിട്ട് മുന്നോട്ട് പോയി വിജയിക്കണം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ ചിന്തിക്കുന്നതിന്റെയൊക്കെ 1000 ഇരട്ടി ശക്തിയുണ്ട്. എന്നോട് നെഗറ്റീവ് പറയുന്നവരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ നിങ്ങൾ ഒരു സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ അവിടെ പറഞ്ഞ് തളരും. ഞാൻ ഒരു സൈഡിൽ കൂടെ വളർന്നുകൊണ്ടിരിക്കും. ജീവിതത്തിൽ വളരണമെന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാലുണ്ടല്ലോ അവനെ തളർത്താൻ ആർക്കും പറ്റില്ല. തീയിൽ കുരുത്തതാ ഞാൻ, വെയിലത്ത് വാടില്ല. എന്ത് സാഹചര്യം വന്നാലും നമ്മൾ അനുഭവിച്ച് ജീവിതത്തിന്റെ അങ്ങേ അറ്റം വരെ അനുഭവിച്ചവർക്ക് ഇനി എന്ത് വന്നാലും എന്ത്, ശരിയല്ലേ? അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, അവർക്ക് അതിന്റെ വേദന അറിയത്തുള്ളൂ. അപ്പോൾ ജീവിതത്തില് അനുഭവങ്ങൾ, നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കളെ അതിൽ നിന്നൊക്കെ ഒരു പാഠം പഠിക്കുക. ആ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാഠം ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്. ഏത് നെഗറ്റീവ് സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ സക്സസ്ഫുൾ ആകുന്ന ദിവസം അകലെയല്ല. വെരി ഗുഡ്. അപ്പോ
എത്ര പുച്ഛിക്കുന്നവനെയും എത്ര വേദനിപ്പിക്കുന്നവനെയും എത്ര വിഷമിപ്പിക്കുന്നവനെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ സക്സസുമായി നിങ്ങൾ മുന്നോട്ട് വരണം. വരില്ലേ? വരുമെന്നുള്ളവർ യെസ് എന്ന കമന്റിലേക്ക് ഇടൂ. വെരി ഗുഡ്, സൂപ്പർ. ഈ തളർത്തുന്നവരെയൊന്നും നിങ്ങൾ അവർ മൈൻഡ് പോലും ചെയ്യരുത്. ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും പറന്നുയരണം എൻ്റെ മക്കളെ, പറന്നുയരണം. ഈ ലോകത്ത് നിങ്ങളെ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ടീച്ചറമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നാളെ നമുക്ക് ഡേ 6 ആണ്. നാളെ സൺഡേ നമുക്ക് ലൈവ് ഇല്ല, ഇനി മൺഡേ ആയിരിക്കും, തിങ്കളാഴ്ച ആയിരിക്കും ഡേ 6. അപ്പോൾ തിങ്കളാഴ്ച ടീച്ചറമ്മ അടുത്ത ലൈവുമായിട്ട് വരുന്നതായിരിക്കും. ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ആരെങ്കിലും ഒക്കെ ആക്കിയിട്ട് ടീച്ചറും അടങ്ങും. നിങ്ങളെ ലൈഫിൽ വിജയിക്കാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരാനുണ്ട്. അപ്പൊ കണക്റ്റഡ് ആയിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കും. അപ്പൊ ടീച്ചറുടെ ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ മക്കളെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ലവ് യു ഓൾ. താങ്ക് യു.